ഹലോ, ഇന്ന് നമ്മൾ രണ്ട് തിയറി ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, രണ്ടാമത്തത് അക്കൗണ്ട്സ് പേയബിൾ. ആദ്യം നമുക്ക് മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നോക്കാം. ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മാനുവൽ അക്കൗണ്ടിങ്, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, എന്താണ് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, എന്താണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓർഗനൈസേഷനിലെ ട്രാൻസാക്ഷൻസിനെ, മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് റിസൾട്ട് അറൈവ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. മാനുവലായിട്ടും ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും ചെയ്യാം. മാനുവലായിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേപ്പറും പെന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ജേണൽ ഉണ്ടാക്കി, ലെഡ്ജർ ഉണ്ടാക്കി, ട്രയൽ ബാലൻസ് ഉണ്ടാക്കി, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാനുവലി ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റവും അതുപോലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്തെങ്ങാണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നതിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻ അക്കൗണ്ടിങ്, the financial transactions are recorded, processed and presented to generate financial statement that is useful to the readers in making decision. Traditionally, accounting is done manually by a trained accountant with the use of registers, account books, vouchers, etc. But with the emergence of technology nowadays, computerized accounting is in vogue due to the accuracy, convenience and speed. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ മേലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചൂസ് ചെയ്യാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആക്യുറസി, കൺവീനിയൻസ് ആൻഡ് സ്പീഡ്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. അതുപോലെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ്. കൂടാതെ വളരെ സ്പീഡായിട്ട് നമുക്ക് എല്ലാ ഇൻഫോർമേഷനും അവൈലബിൾ ആണ്. Both manual and computerized system is based on the same principles, conventions and concept of accounting. However, they differ only in their mechanism, in the sense that manual accounting uses pen and paper to record transactions, whereas computerized accounting makes sure of computer and internet to enter transactions electronically. മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിലും ഒരേ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കൺസെപ്റ്റും ആണ് ഫോളോ ചെയ്യുന്നത്. ആകെക്കൂടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഏത് മീഡിയം ആണ് ഉപയോഗിക്കുന്നത്. മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യുന്നതാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി പ്രിപ്പയർ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇത് രണ്ടും മാത്രമേ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ, ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് മാനുവൽ അക്കൗണ്ടിങ്? എന്താണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് ഒരാളിരുന്നിട്ട് മാനുവലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന് മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യാം. ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിയും മറ്റ് പല ഫീച്ചേഴ്സും മറ്റ് പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഏത് സിസ്റ്റം വേണമെന്ന് തീരുമാനിക്കാം. ഹൂ യൂസസ് ഇറ്റ് ആൻഡ് വൈ? Manual accounting systems are most commonly used by small businesses as these systems have lower upfront cost, less than complex accounting software and are relatively easy to use. ചെറിയ ഓർഗനൈസേഷൻസ് പൊതുവെ മാനുവൽ അക്കൗണ്ടിങ് ആണ് പ്രിഫർ ചെയ്യുക. കാരണം സോഫ്റ്റ്വെയർ ബേസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. സോഫ്റ്റ്വെയർ വാങ്ങാൻ ഒരുപാട് പൈസ വേണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മാനുവൽ അക്കൗണ്ടിങ് ആണ് പ്രിഫർ ചെയ്യുക. കൂടാതെ മാനുവൽ അക്കൗണ്ടിങ് വളരെ ഈസിയാണ്.
അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാനുവൽ അക്കൗണ്ടിങ്. New or small businesses may not have many financial entries to make and therefore their accounting needs are simple. സ്മോൾ ഓർഗനൈസേഷൻസ് മാനുവൽ അക്കൗണ്ടിങ് ആണ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ ന്യൂ ഓർ സ്മോൾ ബിസിനസ്സസ്, പുതിയ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യാൻ മാത്രം തോന്നെ ട്രാൻസാക്ഷൻസ് ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മാനുവൽ അക്കൗണ്ടിങ് ആണ് പ്രിഫർ ചെയ്യുക. ആസ് ലോങ് ആസ് the person in charge of manually keeping the financial records knows what he or she is doing, it can be just as accurate as computerized accounting system. മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, അയാൾക്ക് ചെയ്ത് നല്ല പരിചയം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മാതിരി തന്നെ അത്രത്തോളം തന്നെ ആക്യുറേറ്റ് ആയിട്ട് മാനുവൽ അക്കൗണ്ടിങ്ങും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. Another advantage of using manual accounting system is that you can always open up the book and gain instant access to your records. മാനുവൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബുക്കാണ്, ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ബുക്കാണ്, അത് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്താണുള്ളത്. നമുക്ക് കറണ്ട് വേണം, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ്. There is no delay due to power or internet outage and there are no risk of sensitive information being hacked online. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള റിസ്ക്കും മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഇല്ല. Organizations and businesses use an accounting system as a method to collect, report, and maintain their financial information. These accounting systems comes in all shapes and sizes and can be easily tailored to an individual organization's need. അക്കൗണ്ടിങ് സിസ്റ്റം കുറേ രീതിയിലുണ്ട്. നമുക്കിഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ തന്നെ വരുന്നതാണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Some companies prefer a manual accounting system which allows them to carefully design the process while using the traditional method of keeping track of all financial transactions on paper or in a localized spreadsheet. Manual accounting system allows the organization to take full accountability of all the records collected and maintained by the organization. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഡയറക്റ്റ്ലി ഒരു ബന്ധം ഉണ്ടാവും. എന്തൊക്കെയാണ് നടക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും. അങ്ങനെ അറിവ് ഉണ്ടാവണം എന്നുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ മാനുവൽ അക്കൗണ്ടിങ് ആണ് പ്രിഫർ ചെയ്യുക. Without the added moving part of technology, the company is able to meticulously and internally make decisions about how information Organizations and businesses use an accounting system as a method to collect, report, and maintain their financial information. These accounting systems comes in all shapes and sizes and can be easily tailored to an individual organization's needs. ഒരുപാട് അക്കൗണ്ടിങ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം അവൈലബിൾ ആണ്. ഓരോ ബിസിനസ്സിൻ്റെയും സൈസിനനുസരിച്ചിട്ട്, ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഓരോ ബിസിനസ്സും ചൂസ് ചെയ്യുക. Some companies prefer a manual accounting system
which allows them to carefully design the process while using the traditional method of keeping track of all financial information on paper or in a localized spreadsheet. ചില ഓർഗനൈസേഷൻസ് മാനുവൽ അക്കൗണ്ടിംഗ് ആണ് പ്രിഫർ ചെയ്യുക. കാരണം അവർക്ക് ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോക്കലി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ബുക്സ് തന്നെ റെക്കോർഡ് ചെയ്ത് അതുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം allow the organization to take full accountability of all the records collected and maintained by the organization. മാനുവൽ അക്കൗണ്ടിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവും. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും. വിത്തൗട്ട് ദ ആഡഡ് മൂവിങ് പാർട്ട് ഓഫ് ടെക്നോളജി, the company is able to meticulously and internally make decisions about how information is recorded. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനാണ് തീരുമാനിക്കുക എങ്ങനെയാണ് ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ഡിസിഷനിലാണ് വരിക. Accounting can be a challenging subject to learn. Knowing how to manually perform accounting functions is helpful in understanding the overall financial health of a business. മാനുവലി അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ മാനുവലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമേഷൻസുമായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ഉണ്ടാവും. നമ്മളെടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ്സിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത് മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളതാണ്. An alternative to a manual accounting system is a computerized accounting system. Some businesses choose a manual system because implementation of a computerized system can be difficult. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്നാൽ പോലും മാനുവൽ അക്കൗണ്ടിംഗ് ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വേണം, ടെക്നീഷ്യൻസ് വേണം, വില കൂടിയ സോഫ്റ്റ്വെയർ വേണം. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഡിഫിക്കൽട്ടാണ്. The primary difference between the two types of system is that a computerized accounting system uses computer software localized or online to record and maintain all accounting transactions. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവും മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റവും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഒന്നെങ്കിൽ ലോക്കലൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. Though it requires less time and effort to maintain, implementation of a computerized accounting system can be quite costly. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോഫ്റ്റ്വെയർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം പർച്ചേസ് ചെയ്യാൻ കോസ്റ്റ്ലിയാണ്, ടെക്നീഷ്യൻസും കോസ്റ്റ്ലിയാണ്. Therefore, many startup organizations elect to begin their business by maintaining their accounting transactions manually. Maintaining a manual accounting system also provide the users with the ability to easily identify relationship between reports and accounting data. Having a more hands-on approach is beneficial in that errors are easier to notice and there is no potential risk of software error that could threaten the integrity of accounting records. പുതിയ ഓർഗനൈസേഷൻസ് പൊതുവെ മാനുവൽ അക്കൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുക. കാരണം റിപ്പോർട്ടുകൾ തമ്മിലും അക്കൗണ്ടിംഗ് ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാവുന്ന സോഫ്റ്റ്വെയർ എറർ
ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുവൽ അക്കൗണ്ടിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. മാനുവൽ അക്കൗണ്ടിംഗ് പ്രിഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്താണ് മാനുവൽ അക്കൗണ്ടിംഗ്, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, അതുപോലെ ആരാണത് ഉപയോഗിക്കുക എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് മാനുവൽ അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം ഡെഫിനിഷൻ ഓഫ് മാനുവൽ അക്കൗണ്ടിംഗ്. Manual accounting, as the name suggests, is the paper-based accounting system in which journal and ledger registers, vouchers, account books are used to store, classify, and analyze financial information of an organization. It is often used by small businesses such as sole proprietors, shopkeepers, etc. to maintain the record of business transactions due to lower cost. നമ്മൾ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് ജേണലും ലെഡ്ജറും ബുക്കുകളും പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഒക്കെ മാനുവലി പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റമാണ് മാനുവൽ അക്കൗണ്ടിങ്. പൊതുവെ സ്മോൾ ഓർഗനൈസേഷൻസ് ആണ് മാനുവൽ അക്കൗണ്ടിങ് പ്രിഫർ ചെയ്യുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ഷോപ്പ് കീപ്പേഴ്സും അവർ മാനുവൽ അക്കൗണ്ടിങ് പ്രിഫർ ചെയ്യാൻ കാരണം ലോ കോസ്റ്റ് ആണ്. One of the advantages of the manual accounting system is its easy accessibility. It is also characterized by confidentiality, which makes the sensitive information hacking free. മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഈസി ആക്സസിബിലിറ്റി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ബുക്സാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും മാനുവൽ അക്കൗണ്ടിങ്. Nevertheless, manual accounting can only be prepared correctly if the accountant possesses good knowledge of bookkeeping and accounting. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അക്കൗണ്ടൻറ്റിന് ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചും അക്കൗണ്ടിങ്ങിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. Moreover, human errors such as incorrect recording of the transaction, the omission of the transaction, figure transposition, and so forth is likely to occur while the preparation of manual accounts, which cannot be ignored. മാനുവൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് എററുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഹ്യൂമൻ എറർ ആയാലും അതുപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതാൻ മറന്നു പോവുക, ഒമിറ്റ് ചെയ്യുക, ട്രാൻസ്പൊസിഷൻ, അങ്ങനെ ഒരുപാട് എറേഴ്സ് വരാനുള്ള സാധ്യത മാനുവൽ അക്കൗണ്ടിങ് കൂടുതലാണ്. ഇതാണ് ഡെഫിനിഷൻ ഓഫ് മാനുവൽ അക്കൗണ്ടിങ്. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നോക്കാം. Computerized accounting can be described as the accounting system that uses the computer system and pre-packaged, customized or tailored accounting software to keep a record of financial transactions and generate financial statement for analysis. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കണം നമുക്ക് എന്തൊക്കെ വേണം? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, സോഫ്റ്റ്വെയർ വേണം. സോഫ്റ്റ്വെയർ എങ്ങനെയുള്ളതായിരിക്കണം? പ്രീ പാക്കേജ്ഡ്, കസ്റ്റമൈസ്ഡ് ആൻഡ് ടൈലേർഡ്. അതായത് ഒരു ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല സ്കൂൾ ഉപയോഗിക്കുക, സ്കൂൾ ഉപയോഗിക്കുന്നതല്ല ചാരിറ്റബിൾ ട്രസ്റ്റ് ഉപയോഗിക്കുക. അപ്പം ഓർഗനൈസേഷൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടും ടൈലേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത്. Computerized accounting system relies on the concept of a database. The accounting database is systematically maintained with active interface wherein accounting application programs and reporting system are used. The two primary essentials are accounting framework and operating procedure. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക ഡാറ്റാബേസിലാണ്. ഡാറ്റാബേസിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഡാറ്റാബേസിന് രണ്ട് ഇമ്പോർട്ടൻ്റ് എസെൻഷ്യൽസ് ആണുള്ളത്.
ഒന്ന് അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക്. ദ ഫ്രെയിംവർക്ക് കംപ്രൈസസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഗ്രൂപ്പിംഗ് സ്ട്രക്ചർ ഫോർ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസും ഗ്രൂപ്പിംഗ് സ്ട്രക്ചറുമാണ് അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്കിലുള്ളത്. രണ്ടാമത്തെ എസെൻഷ്യൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. There is a proper procedure for operating the system so as to store and process the data. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ പ്രൊസീജിയറാണ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി സാധിക്കുള്ളൂ. Further, it requires front-end interface, back-end database processing and reporting system to store data in a database-oriented application. ഇതുകൂടാതെ എന്തൊക്കെ വേണം? ഫ്രണ്ട്-എൻഡ് ഇൻ്റർഫേസ് വേണം, ബാക്ക്-എൻഡ് ഡാറ്റാബേസ് വേണം, ഡാറ്റാബേസ് പ്രോസസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റവും ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. The merit of computerized accounting rely on its speed, accuracy, reliability, legibility, up-to-date information and reports etc. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ്, ആക്യുറസി, റിലയബിലിറ്റി, ലെജിബിലിറ്റി ആൻഡ് അപ്-ടു-ഡേറ്റ് ഇൻഫോർമേഷനാണ്. ഇതാണ് ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇനി നമുക്ക് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പാരിസൺ ചാർട്ട്. ആദ്യത്തെ ബേസിസ് ഫോർ കമ്പാരിസൺ ആണ് മീനിങ്. മാനുവൽ അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് യൂസസ് ഫിസിക്കൽ രജിസ്റ്റേഴ്സ് ആൻഡ് അക്കൗണ്ട് ബുക്സ് ഫോർ കീപ്പിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിസിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്. നമ്മൾ ബുക്കിൽ രജിസ്റ്റേഴ്സിൽ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. Computerized accounting is an accounting system that uses accounting software for recording financial transactions electronically. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബേസിസ് ഫോർ കമ്പാരിസൺ ആണ് റെക്കോർഡിംഗ്. ഇൻ മാനുവൽ അക്കൗണ്ടിങ്, recording is possible through a book of original entry. മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഡാറ്റ കണ്ടൻറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ എ കസ്റ്റമൈസ്ഡ് ഡാറ്റാബേസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ ആദ്യമായിട്ട് ഡാറ്റ റെക്കോർഡ് ചെയ്യുക ഡാറ്റാബേസിലാണ്. ഓർഗനൈസേഷനും സ്വഭാവത്തിനും സൈസിനും അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാകും. ആ ഡാറ്റാബേസിലാണ് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ഡാറ്റ റെക്കോർഡ് ചെയ്യുക. മൂന്നാമത്തെ ബേസിസ് ഫോർ കമ്പാരിസൺ ആണ് കാൽക്കുലേഷൻ. ഓൾ ദ കാൽക്കുലേഷൻ ഈസ് പെർഫോംഡ് മാനുവലി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ കാൽക്കുലേഷൻസും മാനുവലി ആണ് ചെയ്യുന്നത്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, only data input is required. The calculations are performed by the computer system. നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ എൻ്റർ ചെയ്താൽ മതി. കാൽക്കുലേഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ചെയ്യുക. മൂന്നാമത്തെ ബേസിസ് ഫോർ കമ്പാരിസൺ ആണ് സ്പീഡ്. മാനുവൽ അക്കൗണ്ടിങ് സ്ലോ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണ്. അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഉപയോഗിക്കുന്നത് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. അത് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിലാണ് ഉപയോഗിക്കുക. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഇറ്റ് കനോട്ട് ബി മെയ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഉപയോഗിച്ചിട്ട് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ ഡാറ്റാബേസിലുള്ള ഇൻഫോർമേഷന് ഡാറ്റേനെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ
റെക്ടിഫിക്കേഷൻ എൻട്രീസ് പാസ് ചെയ്യല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യുകയല്ല ചെയ്യുക. അടുത്ത ഡിഫറൻസ് ആണ് ബാക്കപ്പ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ബാക്കപ്പ് പോസിബിൾ അല്ല. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബുക്സ് നശിച്ചു പോയതാണ്, നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ബാക്കപ്പ് പോസിബിൾ അല്ല. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എൻട്രീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി സേവ്ഡ് ആൻഡ് ബാക്ക്ഡ് അപ്പ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാക്കപ്പ് കൊടുത്താൽ ഡാറ്റ ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. അടുത്ത ഡിഫറൻസ് ആണ് ട്രയൽ ബാലൻസ്. മാനുവൽ അക്കൗണ്ടിങ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് വെൻ നെസസറി. എപ്പോഴാണോ ആവശ്യം അപ്പോഴാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇൻസ്റ്റൻറ്റ് ട്രയൽ ബാലൻസ് ഈസ് പ്രൊവൈഡഡ് ഓൺ എ ഡെയിലി ബേസിസ്. എപ്പോൾ വേണമെങ്കിലും ട്രയൽ ബാലൻസ് അവൈലബിൾ ആണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രയൽ ബാലൻസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് അവൈലബിൾ ആണ്. അവസാനത്തെ ഡിഫറൻസ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ മാനുവൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ഓർ ക്വാർട്ടർ. മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക ഒന്നെങ്കിൽ ഇയർ എൻഡിൽ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൻ്റെ അവസാനത്തിൽ, ഒന്നെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. മാനുവൽ അക്കൗണ്ടിങ്ങിലോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലോ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ക്ലിക്ക് ഓഫ് എ ബട്ടൺ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇതാണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടും തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകൾ. ഇതേ ഡിഫറൻസുകളെ തന്നെയാണ് നമ്മൾ ഇനി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് വായിച്ചു നോക്കണമെന്ന് നിർബന്ധമല്ല, മേലുള്ള അതേ പോയിൻറ്റ്സാണ്. എന്തെങ്കിലും ഫർദർ ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് എറർ കറക്ഷൻ. ഡിസ്പൈറ്റ് the convenience and market penetration of computer-based accounting system, manual accounting still offers several advantages that make it a viable alternative. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വളരെ നല്ലതാണ്, എന്നാൽ മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് കാരണം ഇന്നും ആൾക്കാർ മാനുവൽ അക്കൗണ്ടിങ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. The first is error correction. Double entry accounting, attributed to Luca Pacioli, a 15th century Italian, provides a natural way to guard against data entry error and number of transposition. Every transaction gets entered as a debit in one account and a credit in another account. Trial balance compares all debit and all credits. If these don't match, an error is made somewhere in the accounts. മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുക. ട്രാൻസാക്ഷൻസ് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസിൽ എറർ ഉണ്ടെങ്കിൽ, ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്തിട്ട് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഡാറ്റ സിസ്റ്റം എറർ ആൻഡ് ഫയൽ കറപ്ഷൻ. Computer system stores data in ways that aren't commonly understood by many users. Opening the wrong file with old data or encountering a data file with digital error can ruin the validity of your current data. Manual system use a single file, the ledger, for each account. There is no other version with similar data that may be confused.
കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് എറേഴ്സിന് സാധ്യതയുള്ളൊരു സിസ്റ്റമാണ്. നല്ല രീതിയിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം സിസ്റ്റം എററിനും ഫയൽ കറപ്ഷനും സാധ്യത കൂടുതലാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ അറിയാത്ത ആൾക്കാർ ആക്സസ് ചെയ്താൽ ഡാറ്റ കറപ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഓൾവേസ് ആക്സസിബിൾ. പവർ ഓർ ഇൻ്റർനെറ്റ് ഔട്ടേജ് won't prevent you from working on accounts unless you are thrown into complete darkness. നമ്മൾ മാനുവൽ അക്കൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലെങ്കിലോ നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല. നമുക്ക് നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ടൈംലി ആയിട്ട് നടക്കും. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കറണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ അവിടെ നിന്ന് പോകുന്ന അവസ്ഥ വരും. ഇതാണ് 3 അഡ്വാൻറ്റേജസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ്. ഒന്നാമത്തത്, എറർ കറപ്ഷൻ പോസിബിളാണ്. എറേഴ്സ് ഉണ്ടായാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത്, ഡാറ്റ സിസ്റ്റം എറർ ആൻഡ് ഫയൽ കറപ്ഷൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സിസ്റ്റം എററിനും ഫയൽ കറപ്ഷനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തത്, ഓൾവേസ് ആക്സസിബിൾ. മാനുവൽ അക്കൗണ്ട്സ് നമുക്ക് എപ്പോൾ വേണേലും ആക്സസിബിളാണ്. കറണ്ട് ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ആക്സസിബിളാണ് മാനുവൽ അക്കൗണ്ടിങ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ് നോക്കാം. ആദ്യത്തത്, ഡാറ്റ എൻട്രി എറർ. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ഇൻ എ മാനുവൽ സിസ്റ്റം ഈസ് laborious. Since every transactions must be recorded by hand twice, many accounting programs use a double entry method, but second entry is created automatically. While this won't stop a wrong number from being entered, it does eliminate discrepancies between the first and second entries. മാനുവൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യണം. ജേണലിൽ റെക്കോർഡ് ചെയ്യണം, ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യണം, ട്രയൽ ബാലൻസിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, ബാലൻസ് ഷീറ്റിൽ. അങ്ങനെ നമ്മൾ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ മതി. ഡാറ്റാബേസിൽ റെക്കോർഡ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്, ഡാറ്റ എൻട്രി എറർ. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എറർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ട്രാൻസ്പൊസിഷൻ ആണെങ്കിലും ഒമിഷൻ ആണെങ്കിലും അങ്ങനെ പല രീതിയിലുള്ള എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, പൊട്ടൻഷ്യൽ ലോസ് ഓഫ് ഫിസിക്കൽ കോപ്പീസ്. While digital data can be corrupted, effective backup can protect data, including copies off-site, such as in cloud server storage. Journal and ledgers, being physical books, are prone to loss. Theft or fire could mean that all of company's accounting data is lost. Duplicating and storing the general ledger offsite can be a time-consuming task compared with many digital storage options. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കറപ്ഷനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബാക്കപ്പ് പോസിബിളാണ്. എങ്ങാനും കറപ്റ്റായാലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ബാക്കപ്പ് പോസിബിളാണ്. അല്ലെങ്കിൽ ക്ലൗഡ് സെർവറിൽ സ്റ്റോറേജ് പോസിബിളാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെ യാതൊന്നും പോസിബിളല്ല. ഒരു ഫയറോ തെഫ്റ്റോ നടന്നിട്ട് നമ്മളെ ബുക്സ്, ജേണലോ ലെഡ്ജറോ നശിച്ചു പോയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ യാതൊരു വഴിയും ഉണ്ടാവില്ല. അതാണ് പൊട്ടൻഷ്യൽ ലോസ് ഓഫ് ഫിസിക്കൽ കോപ്പീസ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഫിസിക്കൽ കോപ്പീസ് നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയുമില്ല.
മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് നോളജ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. Unlike many commercial software packages, manual accounting systems aren't optimized for ease of use. Or can you expect client support or proprietary help? A bookkeeper or accountant will be necessary to start up and maintain your manual accounting system. അതായത് മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരാൾക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലയൻറ്റ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുണ്ട്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ലാസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ്, നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയർ. അപ്പം 3 ഡിസഡ്വാൻറ്റേജ് ആണ് മാനുവൽ അക്കൗണ്ടിങ്ങിനുള്ളത്. ആദ്യത്തേത് ഡാറ്റ എൻട്രി എറർ. ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, എറർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ലോസ് ഓഫ് ഫിസിക്കൽ കോപ്പീസ്. എങ്ങാനും നമുക്ക് തെഫ്റ്റോ ഫയറോ ഉണ്ടായിട്ട് ഫിസിക്കൽ കോപ്പീസ് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നോളജ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് അറിയാത്ത ഒരാൾക്ക് മാനുവൽ അക്കൗണ്ടിംഗ് ചെയ്യാൻ കഴിയില്ല. ഇത്രയാണ് നമുക്ക് മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ കുറേ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ പോർഷൻസ് വായിച്ചു നോക്കിയ ശേഷം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻ നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്നാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്, മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം.